നമസ്കാരം. ദീപാലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു മർമ്മപ്രയോഗമാണ്. എങ്ങനെയാണ് മർമ്മപ്രയോഗം എന്ന് പറഞ്ഞപ്പോൾ ഇത് ചവിട്ടാൻ നേരത്ത് നമ്മുടെ നാവിക്ക് ചവിട്ടുക, ചിലവർ അടിക്കുക, ചവിട്ടുക, ഇതൊക്കെയാണ് ചെയ്തത്. സ്ഥിരം വന്ന അറ്റാക്കുകൾ കൈ നിവർത്തി കർണകുറ്റിയിൽ അടിക്കുക, അല്ലെങ്കിൽ നാവിക്ക് ചവിട്ടുക. ഇതാണ് പൊതുവേ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത്തവണ ചെയ്യുന്ന നാവിക്ക് ചവിട്ടാൻ നേരത്ത് ഒരു പ്രയോഗം വിത്ത് മർമ്മം എന്ന് പറയും. വിത്ത് മർമ്മം എന്ന് പറയുമ്പോൾ നല്ലപോലെ ഈ മർമ്മപ്രയോഗത്തിൽ അറ്റാക്ക് കിട്ടിയാൽ കുട്ടികളുണ്ടാകത്തില്ല. ഇതാണ് അതിൻ്റെ അത് ഏറ്റവും വലിയ എന്താ കുട്ടികളുണ്ടാകാത്ത വെച്ചാൽ ഈ നമ്മുടെ നാവിക്ക് ആ ബോളിന് നീര് വീണ് കഴിഞ്ഞാൽ ആ നീര് അവിടെ കലക്കും, അല്ലെങ്കിൽ ഞരമ്പിന് നീര് വീണ് കിടന്നാൽ പിന്നെ പിള്ളേർ ഉണ്ടാകത്തില്ല. ഇതാണ് ഒരിക്കലും ആരും ഒരാളെ മണിക്ക് അടിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ആപത്ത് ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വീട് വിട്ട് എനിക്ക് ആ പ്രദേശം വിട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ രണ്ടുപേരും എന്നെ അറ്റാക്ക് ചെയ്യുന്നു മദ്യപിച്ച്, അല്ലെങ്കിൽ വകതിരിവില്ലാത്ത രണ്ടുപേരെ അറ്റാക്ക് ചെയ്യാൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേണമെങ്കിൽ ഇത് ചെയ്യാം. അല്ലാതെ ചെറിയൊരു വഴക്കിനോ അല്ലെങ്കിൽ അയലന്തരത്തിലുള്ളവർ എന്തെങ്കിലും ഒന്ന് പരീക്ഷിച്ച് പോലും നോക്കരുത്. അപ്പം ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരാൾ ചവിട്ടുന്നത്. പല രീതിയിലായി. എടി സ്റ്റാർട്ട് വൺ ചവിട്ടിക്ക്. ഓ, ഞാൻ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തത് ഇങ്ങനെയാണ് ചവിട്ടി ബ്ലോക്ക്. ഇത് ഒഴിവാണ്, ഈ അറ്റാക്ക് ഒഴിവാണ്. ഒന്ന് ശ്രദ്ധിച്ചാണ്. റെഡി ചവിട്ടിക്ക് ബ്ലോക്ക്. നോക്കണം, ഒരാൾ ചവിട്ടാൻ നേരത്തെ നമ്മൾ ചവിട്ട് വരാതെ പെട്ടെന്ന് മാറാൻ നേരത്തെ ഈ വലത് കാല് ഉറപ്പിക്കരുത്, ഒരുപാട് ബലം കൊടുക്കരുത്. റെഡി വൺ, ഉറപ്പിക്കരുത്. ഇത് എപ്പോഴും നമുക്ക് പൊക്കാനുള്ള രീതിയിൽ. ചവിട്ടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, 4 വിരൽ മടക്കി വെക്കുക. തള്ളവിരൽ പൊക്കി വെക്കുക. തള്ളവിരൽ കരുത്ത് വേണം. ഒന്നുകൂടെ നോക്കണം. റെഡി സ്റ്റാർട്ട് വൺ. മണിക്ക് ഒരു കൊട്ട്. അത് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു 10 അമ്പല് കാണിച്ചാണ്. റെഡി വൺ. അപ്പം ഈ വിരൽ ഇങ്ങനെ നിൽക്കുക, കാല് എവിടെ ഈ പൊങ്ങി താഴാൻ നേരത്ത് എത്തുക. ഇവിടെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. റെഡി വൺ, അറ്റാക്ക്. ഇത് തന്നെ ബാക്കിലായിപ്പോയി നമുക്ക് ഈ അടിച്ചേച്ച് ഒരാൾ തിരിച്ചു അടിച്ചേ ഈ കൈ തള്ള അടിച്ച് ഇതുപോലെ തന്നെ തള്ളവരൽ കൊള്ളിക്കാം. അവിടെ ബാക്കിൽ നിന്ന് അടിച്ചാലും കൊള്ളിക്കാം. നോക്കണം, തടല നോക്കണം. റെഡി വൺ, അടുത്ത് കണ്ടല്ലോ. അതും ആ പ്രയോഗം തന്നെയാണ്. ഇനി മൂന്നാമത്തെ കയറി അടിച്ചേ മണിക്ക് കുത്തുക. അതും ഈ കുത്തുക. അത് വിരലെല്ലാം ഞാൻ ചെയ്ത 3 അറ്റാക്കിനും ഈ പ്രയോഗം, ഈ തള്ളവിരൽ വെച്ച് ഈ പ്രയോഗം നോക്കണം. ഒന്നുകൂടെ അടിച്ചേ. 1 അടിച്ചേ, 2 ചവിട്ടിക്ക്, 4. ഈ പ്രയോഗം അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം. റെഡി 1, ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കുത്തി നോക്കണം. വീണ്ടും നേരെ വന്നിരിക്കുക. റെഡി 1, വീണ്ടും നേരെ നിൽക്കണം. 3. അപ്പം ഇങ്ങനെ ചെയ്ത് പഠിക്കുക. നമുക്കൊരു കണക്ക് വേണം. നമ്മുടെ കാല് നമ്മുടെ അര ലെവലേ പൊങ്ങാവുള്ളൂ. അത് വേണം. അല്ലാതെ ചവിട്ടാൻ നേരത്ത് ഇങ്ങനെ ചവിട്ടിയിട്ട് കാര്യമില്ല. കാല് പൊങ്ങൊന്നും വേണ്ട, അങ്ങനെ ചവിട്ടിയിട്ട് കാര്യമില്ല. ഇതിന് കണക്ക് അവിടെ നിന്ന് നേരെ എന്താണ് ഇത്ര മതി. ഈ കണക്കിന് കാല് പൊക്കി പഠിക്കുക. നമ്മുടെ കയ്യിൽ പറയുന്ന തട്ടിത്തൊഴിച്ചിടിച്ച് വെട്ടിയെന്ന്. അപ്പോൾ എന്താണ് അടിച്ചേ 1 തൊഴിച്ച് ഇടിച്ച് വെട്ടി. അപ്പം ഇതൊരു കൈ കണക്കാണ്. ഇതെല്ലാം ചുവടിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഇടക്ക് ഈ ചുവട് കാണും. തട്ടിത്തൊഴിച്ചിടിച്ച് വെട്ടി. അത് തൊഴി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. അടിച്ച് ഈ കണക്ക് ഇത്ര മതി, അല്ലാതെ ഇവിടെ വേണ്ട. അപ്പോൾ അതൊന്നുകൂടെ എങ്ങനെയാണ് പഠിക്കണേന്ന് ചോദിക്കണം. ഒരാൾ ചവിട്ടാൻ നേരത്തെ റെഡി 1 അറ്റാക്ക്, 2 അടിച്ച് 3. എന്താ 3 എന്ന് ശ്രദ്ധിച്ചോ. അടിക്കാൻ നേരത്തെ അടിച്ച് മാറിക്കളഞ്ഞ് കാല് അവിടെ തന്നെ വേണം, എന്നാലും കുത്താൻ പറ്റത്തില്ല. അപ്പം കാല് ചവിടുക, അടിച്ച് ഇങ്ങനെ പോട്ടാ, എന്നാ കൊള്ളത്തില്ല. എന്നുകൂടെ നോക്കണം. റെഡി 1. ഇതേ കണക്കവിടെ. അപ്പോൾ കാലത്രം പാലിച്ചിട്ട് അശ്വടിയിൽ നിന്ന് അടിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കണം. ഒരു പ്രയോഗമാണ്. ഒരുപാട് രീതിയിൽ ചെയ്യാം. ഞാൻ എന്നെ അടിച്ചേ ബ്ലോക്ക് മടക്ക്
മടക്കനടിച്ചാൽ ചുരുങ്ങിപ്പോവും. നോക്കണം, ഇത് നമ്മൾ തടുത്ത് 1 അല്ലേ, 2 അടിച്ചേ, തടുക്കുന്നില്ല, 3 ചവിട്ടിക്ക്, 4. അപ്പം എത്ര ഫാസ്റ്റ് ആണെങ്കിലും ചവിട്ടാണെങ്കിലും നമുക്ക് അറ്റാക്ക് ചെയ്യാം. എങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന, ചവിട്ടിക്ക്, ചവിട്ടാൻ നേരത്ത് കാല് പൊങ്ങുമ്പോൾ വട്ടം വെച്ച് കൊടുക്കണം, വട്ടം വെച്ച് കൊടുക്കുക. ഇങ്ങനെ കാല് പൊങ്ങുമ്പോൾ ചവിട്ടിക്ക്, ചവിട്ടി അവിടെ താഴെ വെച്ചേക്കണം. പക്ഷെ നമുക്ക് അത് കൈക്ക് തടുക്കാം, കൈ ചവിട്ടിക്ക് ഇങ്ങനെ തടുക്കാം, കയറി തടുക്കാം. ഒന്നുകൂടെ നോക്കിയാൽ ചവിട്ടിക്ക് തടുക്കാം. അതിനേലും കരുത്തും കാലും പോകുന്നത് ചവിട്ടിക്ക്, ഒന്നുകൂടെ ചവിട്ടി ചവിട്ടി. ഓക്കെ, എങ്ങനെ അത് പഠിക്കണം? അത് പഠിക്കാനത് വട്ടം ചവിട്ടണം. ഒന്ന് നോക്കണം, 1 ഇങ്ങനെ ചവിട്ടി പഠിക്കണം. ചവിട്ടി പഠിച്ചിട്ട് ഗ്രോയിൻ ചവിട്ടിക്ക്, റെഡി, 1 മുട്ടിന് വെക്കുക, മുട്ടിൻ്റെ താഴെ വെക്കുക, കാൽ പൊങ്ങാൻ നേരത്ത് ഇവിടുന്ന് മടക്ക് പൊക്കി നമ്മൾ ചവിട്ടി താഴെ ഇടണം. ഒന്നുകൂടെ റെഡി, 1. അപ്പം ഇതാണ് ടെക്നിക്ക്, സിമ്പിളായ ടെക്നിക്കാണ്. ഇത് നിങ്ങൾ വലിയ അധ്വാനത്തിലൊന്നും ചെയ്യേണ്ട, ഇത് വലിയ കരുത്തിൽ ചെയ്ത് കാണിക്കാം, പെട്ടെന്നുള്ള എന്ത്. അപ്പോൾ ആൾ പരിക്ക് പറ്റി കിടക്കും. അപ്പം എനിക്ക് തടയിട്ട് അടിക്കാം, കുത്താം, തള്ളവരിൽ കുത്തി പിടിപ്പിക്കാം. അതൊന്നും വേണ്ട, സിമ്പിളായിട്ട് നോക്കിയെന്ന് ഒരു ചില സ്ഥലത്തൊക്കെ ഒരു 20 ഗ്രാം അല്ലെ 12 ഗ്രാം ഇടിയൊക്കെ മതി. അപ്പം കണ്ണിൽ തെറിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ വെയിറ്റ് മതി, അല്ല ഇടിച്ച് കുലുക്കുന്ന വെയിറ്റ് ഒന്നും വേണ്ട. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഇത് എങ്ങനെയാണ് ഞങ്ങൾ സ്ലോയിൽ ചെയ്യുന്ന, ഇതെങ്ങനെയാണ് പഠിക്കണമെന്ന് നോക്കാം. നേരെ നിന്ന് ആ, എന്നിട്ട് ഇതേ റെഡി 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കണം. അത് ചെയ്ത് റെഡി, ഒപ്പം നിന്ന് റെഡി 1, ഒന്നുകൂടെ ബാക്ക് 1, എന്നിട്ട് കിക്ക് ഇവിടെ ചായച്ച് ഇതന്നെ ഒന്നുകൂടെ നോക്കിയാൽ ഇതിൻ്റെ ഒപ്പം ചെയ്യണം. റെഡി 1, ഒന്നുകൂടെ നോക്കണം, റെഡി 1. അപ്പോൾ ഇങ്ങനെ ഒരാൾ അല്ല നേരെ വരരുത്, നമ്മൾ ആളുടെ മുമ്പിൽ ചെയ്തിട്ട് ഇത് ചെയ്തേ, റെഡി 1, ഞാൻ കിക്ക് ചെയ്യാം, ചെയ്തേ, ഞാൻ കിക്ക് ചെയ്യാം, എന്നിട്ട് മാറിയിട്ട് ഒപ്പം നിൽക്കാൻ, റെഡി 1, ഓക്കെ, എന്നാ റെഡി 1, പെട്ടെന്നായിരിക്കണം കിക്ക് ചെയ്തേ, പെട്ടെന്ന്. അപ്പോൾ ഇത് വേഗത വേണം നമുക്ക്, ശത്രുവിൻ്റെ കൈക്കരുത്ത് നോക്കണം, കൈക്കരുത്ത് ഒറ്റയടിക്ക് താഴെക്കളയാം, ഒറ്റയടിക്ക്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇതെല്ലാം നോക്കണം. ഇതാണ് പഞ്ചാണെങ്കിലും ഈ ടെക്നിക്ക് തന്നെ ചെയ്യാം. പഞ്ച് ചെയ്തേ, പഞ്ച് മാറിയാൽ മതി. അപ്പോൾ നമുക്കത് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ കൊള്ളിച്ചൊരിക്കലും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ നമ്മളൊരു എയിം, നമ്മുടെ മനസ്സിലൊരു എയിം വെച്ചിട്ട് നമ്മൾ മാറിയിട്ട് കിക്ക് നേരെ വന്ന് നിൽക്കുക. റെഡി 2 കിക്ക് 3 ഇങ്ങനെ കിക്ക് ചെയ്ത് പഠിക്കുക. പഠിച്ചിട്ട് ഏതെങ്കിലും ബാഗ്, കനം കുറഞ്ഞ ബാഗ് ചെയ്ത് ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ടച്ച് ഫൈറ്റ് എങ്ങനെയാണ് ഒരാളെ ഇടിക്കുന്നത്. അപ്പം നമുക്കൊരു ബ്രേക്ക് വേണം, ഒരു വണ്ടി ഓടിക്കും പോലെ ബ്രേക്ക് വേണം. ബ്രേക്ക് ഇല്ലെങ്കിൽ അപകടം ഉണ്ടാണ്. നമ്മൾ അടിക്കാതെ വെട്ടാനത് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കണം. അടിച്ച് നോക്കിയേ, പഞ്ച് ബ്രേക്ക് ഇങ്ങനെ, ഇതെല്ലാം ഒരു ബ്രേക്ക് പിടിച്ച് കളിക്കണം. ബ്രേക്ക് ഇല്ലാത്തവരാണ് വണ്ടി കൊണ്ട് ഇടിക്കുന്നത്, ബ്രേക്ക് ഇല്ലാത്തവർക്കാണ് വഴക്കുണ്ടാകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചോ. ഓരോ ടെക്നിക്കും ഒരാൾ നേരെ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യണ്ട, ഉണ്ട് ഈ വെട്ട് ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് പഠിക്കുക. ഒരിക്കലും കൊള്ളിക്കാതെ പഠിച്ചാൽ ഒക്കെ റിസൾട്ടായിരിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. പക്ഷേ ഇത് കൊള്ളിക്കാൻ എല്ലാവർക്കും പറ്റും. ടച്ച് ഫൈറ്റ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഒരു സാധനത്തെ കൊണ്ട് നിർത്തുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.